യോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ ബ്രാൻഡ് ന്യൂ വീഡിയോ. സോ നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം എടുത്തിട്ടുണ്ടായിരുന്ന 8 AM CR ട്രേഡും അതുപോലെ അതിന് ശേഷം നമ്മളൊരു കണ്ടിന്യൂഷൻ ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഒരു ട്രേഡ് നമുക്ക് സ്റ്റോപ്പ് ലോസ് അടിച്ചു ആൻഡ് അനദർ ട്രേഡ് നമ്മൾ വിൻ ചെയ്യാണ്ടായത്. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, ആ രണ്ട് ട്രേഡ്സും കറക്റ്റായിട്ട് എന്ത് ചെയ്യാം, ഒന്ന് ബ്രേക്ക് ഡൗൺ ചെയ്യാം. ഓക്കെ, സോ നമുക്കിവിടെ ഫസ്റ്റ് ഞാൻ ആദ്യം 4 ടൈം ഫ്രെയിം നോക്കിയ സമയത്ത് കണ്ട കാര്യങ്ങൾ, അല്ലാന്നുണ്ടെങ്കിൽ നമ്മളൊരു ബയാസ് ബുള്ളിഷ് ആയിരുന്നു. ഓക്കെ, നമുക്ക് കാണാൻ പറ്റും പ്രൈസ് ഇവിടുന്ന് സ്ട്രോങ് ആയിട്ടുള്ളൊരു മൂവ്മെൻറ്റ് വന്ന സമയത്ത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ലാസ്റ്റ് ഓർഡർ ബ്ലോക്കാണിത്. ഓക്കെ, ലാസ്റ്റ് ബേസ്. സോ അവിടെ നിന്ന് പ്രൈസ് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ലൈക്ക് ആ ഒരു ഏരിയ റെസ്പെക്റ്റ് ചെയ്തിട്ട് വീണ്ടും കണ്ടിന്യൂ ചെയ്യും എന്നൊരു എക്സ്പെക്റ്റേഷൻ ആയിരുന്നു ഉണ്ടായത്. ഓക്കെ, സോ അത് പ്രകാരം 1 hour ടൈം ഫ്രെയിമിലേക്ക് സ്വിച്ച് ചെയ്യാം. ഓക്കെ ഓക്കെ ആ രീതിയിൽ 1 hour ടൈം ഫ്രെയിമിലേക്ക് സ്വിച്ച് ചെയ്ത സമയത്ത് നമുക്ക് 8 AM ക്യാൻഡിൽ ഈ രീതിയിലാണ് ഫോം ആയത്. ഓക്കെ, അതായിരുന്നു 8 AM ക്യാൻഡിലിൻ്റെ ഹൈ ആൻഡ് ലോ. ഓക്കെ, യെസ്. ഓക്കെ, സോ ഇത് നമുക്ക് എന്ത് ചെയ്യാം, മാർക്ക് ചെയ്യാം. ഓക്കെ, പിന്നെ നമ്മൾ ഈ ഒരു സമയത്ത് പ്രീവിയസ് ഡേ ലോ ഓൾറെഡി ടേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇവിടെ പ്രൈസ് കറൻ്റ്ലി റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു 1 hour FVG എന്നായിരുന്നു, ഈ ഒരു FVGന്. ഓക്കെ, സോ നമ്മൾ എക്സ്പെക്റ്റ് ഉണ്ടായത് ഈ ഒരു ലൈക്ക് 4 hour ഓർഡർ ബ്ലോക്കിൽ നിന്ന് വീണ്ടും മേലോട്ടേക്ക് കണ്ടിന്യൂ ചെയ്യും എന്നായിരുന്നു എക്സ്പെക്റ്റേഷൻ. ഓക്കെ, അത് പ്രകാരം എന്ത് ചെയ്തു, നമുക്ക് ഒരു ട്രേഡ് നോക്കാം എന്ന് വിചാരിച്ചു. ഓക്കെ, കറക്റ്റ് എന്ത് ചെയ്തു, ആ ഒരു 9:30 ഓപ്പൺ. സോ നമ്മൾ ഇവിടെ 9:30 ഓപ്പൺ മാർക്ക് ചെയ്യാം. ഓക്കെ, ഇവിടെ 9:30 ഓപ്പൺ. ഓക്കെ, സോ നമുക്ക് കാണാൻ പറ്റും 9:30 ഓപ്പണിന് നമ്മുടെ ഈ ഒരു കീ ലെവൽ ഓൾറെഡി നമ്മളുള്ളത് ആ ഒരു കീ ലെവലിലാണ്. ഓക്കെ, പ്രൈസ് ഈ ഒരു സെൽ സൈഡ് ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്ത ശേഷം നമുക്ക് ഒരു കൺഫർമേഷനും തന്നു കാണാൻ കഴിയും. പ്രൈസ് എന്ത് ചെയ്തു, ഇവിടെ നമുക്ക് ഒരു ക്ലിയർ ആയിട്ടുള്ള ഈ ഒരു സെൽ സൈഡ് ലിക്വിഡിറ്റിയാണ് കീ ലെവലായിട്ട് എടുത്തത്. ഓക്കെ ഓക്കെ സോ ഈ ഒരു പോയിന്റിൽ നിന്ന് എന്ത് ചെയ്തു, പ്രൈസ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് മേലോട്ടേക്ക് തന്നു. ആൻഡ് നമുക്കിവിടെ കാണാൻ പറ്റും ലാസ്റ്റ് ഉണ്ടായിട്ടുള്ള ഈ ഒരു ബിയറിഷ് FVG മേലോട്ടേക്ക് എന്തായി, ഇൻവേഴ്സായി. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്തു, കറക്റ്റായിട്ട് എന്ത് ചെയ്തു, ഈ ഒരു സോണിലേക്ക് പ്രൈസ് വന്നു ആൻഡ് സ്റ്റോപ്പ് ലോസ് ഇവിടെ മെയിൻറ്റെയിൻ ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു, ഹയർ പ്രൈസിലേക്ക് എന്ത് ചെയ്തു, ടാർഗറ്റ് ചെയ്തു. നമ്മൾ 8 AM ഹൈ ആയിരുന്നു ഫസ്റ്റ് ടാർഗറ്റ് ആൻഡ് അടുത്തൊരു ലിക്വിഡിറ്റി നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ ടാർഗറ്റ്. ഈ രീതിയിലായിരുന്നു ട്രേഡ് പ്ലാൻ ചെയ്തത്. ഓക്കെ, സോ നമുക്ക് ആ ഒരു ട്രേഡ് കറക്റ്റായിട്ട് എന്ത് ചെയ്തു, ഇവിടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തു. പ്രൈസ് നേരെ വന്നു, ആ ഒരു സോണ് റിയാക്ട് ചെയ്തേ ഇല്ല, നേരെ എന്ത് ചെയ്തു, താഴോട്ടേക്ക് പോകണ്ടായത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ട്രേഡ് എന്ത് ചെയ്തു, നമ്മൾ ലോസ് അക്സെപ്റ്റ് ചെയ്തു. ലൈക്ക് പ്ലാൻ പ്രകാരം തന്നെയാണ് എല്ലാം ചെയ്തത്. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് ഫൈൻ. നമുക്കൊരു സ്റ്റോപ്പ് ലോസ് അടിക്കുക എന്നുള്ളത് പാർട്ട് ഓഫ് ട്രേഡിംഗ് ആണ്, ഇറ്റ്സ് ഫൈൻ. ഓക്കെ, ശേഷം അടുത്തൊരു ട്രേഡ് നോക്കാൻ ഉണ്ടായ കാരണം ഞാൻ 15 ടൈം ഫ്രെയിമിൽ എന്ത് ചെയ്തു, ജസ്റ്റ് നോക്കിയ സമയത്ത് പ്രൈസ് സ്ട്രോങ് ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, താഴോട്ടേക്ക് ഡിസ്പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ നമുക്ക് താഴെ ഒരുപാട് ലിക്വിഡിറ്റീസ് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ നമുക്ക് ഒരു സെൽ സൈഡ് ലിക്വിഡിറ്റി ഇവിടെ കാണാം. ഓക്കെ, ഇനി അതിൻ്റെയും താഴെ നമ്മൾ 4 hour നോക്കുന്ന സമയത്ത് പ്രൈസിന് ഇനിയും താഴോട്ടേക്ക് പോകാൻ ഒരുപാട് റീസൺസ് കാണുന്ന പോലെ. ഓക്കെ, നമുക്ക് ഇവിടെ ഏറ്റവും താഴെ ഇവിടെ ഒരു ടെസ്റ്റ് ചെയ്യാത്ത 4 hour FVG കാണുന്നുണ്ട്. ഓക്കെ, അതുപോലെ ഇവിടെ ഒരു 4 hour QM. ഓക്കെ, ഈ ഒരു ഏരിയ ഓക്കെ ഇത് കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു പ്രൈസ് മേ ബി ഇനി ഈ ലിക്വിഡിറ്റി ഒക്കെ ക്ലിയർ ചെയ്ത് സോൺസിൽ വന്നിട്ടായിരിക്കാം ഇനി അടുത്തൊരു ബുള്ളിഷ് മൂവ്മെൻറ്റ് വരുന്നുണ്ടാവുള്ളൂ എന്നുള്ളത്. ഓക്കെ, അത്രയും സ്ട്രോങ് ആയിട്ടുള്ളൊരു മൂവ്മെൻറ്റാണ് ഇവിടെ വന്നത്. ഓക്കെ, സോ അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ എന്നുള്ള രീതിയിൽ എന്ത് ചെയ്തു, ട്രേഡ് ചെയ്യാം എന്ന് ഡിസൈഡ് ചെയ്തു. ഓക്കെ, സോ ശേഷം 50 മിനിറ്റിൽ നോക്കിയ സമയത്ത് നമുക്ക് കാണാൻ പറ്റും പ്രൈസ് എന്ത് ചെയ്തിട്ടുണ്ട്, അവിടെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബിയറിഷ് FVG ഫോം ചെയ്തു. ഓക്കെ, ലെറ്റ് സി, നമുക്ക് നോക്കാം. ഓക്കെ, ഇവിടെ നമുക്ക് എന്ത് ചെയ്തു,
ഒരു 50-minute FVG ഫോമായി. ഓക്കെ, സോ ഈ ഒരു FVGയിലേക്ക് റീടെസ്റ്റ് വന്നു കഴിഞ്ഞാൽ അടുത്തൊരു ലിക്വിഡിറ്റി വരെ ടാർഗറ്റ് ചെയ്യാം എന്ന പ്ലാനിൽ എന്ത് ചെയ്തു, ട്രേഡ് എടുക്കാൻ ഡിസൈഡ് ചെയ്തു. ഓക്കെ, ഇതായിരുന്നു ട്രേഡ് പ്ലാൻ. പ്രൈസ് തിരിച്ചു വന്നാൽ ഇവിടുന്ന് താഴോട്ടേക്ക് എന്ത് ചെയ്യാം, അടുത്തൊരു ലിക്വിഡിറ്റി വരെ ടാർഗറ്റ് ചെയ്യാം എന്നുള്ള രീതിയിൽ എന്ത് ചെയ്തു, ട്രേഡ് പ്ലാൻ ചെയ്തു. ഓക്കെ, ആൻഡ് ലെറ്റ്സ് സീ നമുക്കിവിടെ 50 മിനിറ്റിൽ ആ ഒരു FVG പ്രൈസ് എന്ത് ചെയ്തു, ടാപ്പ് ചെയ്തു, അല്ലെങ്കിൽ ടാപ്പ് ചെയ്യാൻ വന്നു. ഓക്കെ, സോ ഈ ഒരു സമയത്തും നമ്മൾ 1 മിനിറ്റിൽ തന്നെയാണ് കൺഫർമേഷൻ നോക്കേണ്ടത്. ഓക്കെ, ഇവിടെ നമുക്ക് നമ്മളെ സോണ് ഇതായിരുന്നു. ഓക്കെ, സോൺ പ്രൈസ് ടാപ്പ് ചെയ്തു. ഓക്കെ, ശേഷം നമുക്ക് എന്ത് ചെയ്യാം, 1 മിനിറ്റിൽ കൺഫർമേഷൻ നോക്കിയിട്ട് എന്ത് ചെയ്യാം, ട്രേഡ് എടുക്കാം. ഓക്കെ, ഇവിടെ നമുക്ക് കാണാം പ്രൈസ് എന്ത് ചെയ്തു, നമ്മുടെ ആ ഒരു FVG ഇവിടെ ഇൻവേഴ്സായി. ഓക്കെ, ഇവിടെ നമുക്ക് ഫസ്റ്റ് തന്നെ ഒരു ബുള്ളിഷ് FVG ഫോം ആയിട്ടുണ്ട് ഈ ഒരു സോണിലേക്ക് പ്രൈസ് വരുന്ന സമയത്ത്. ഓക്കെ, ലെറ്റ്സ് മാർക്ക്, ഇതായിരുന്നു ആ ഒരു ബുള്ളിഷ് FVG. ഓക്കെ, സോ ഈ ഒരു 50-minute FVGന്ന് പ്രൈസ് ഈ ഒരു 1 മിനിറ്റിൽ ഇൻവേർഷൻ തന്നു കഴിഞ്ഞാൽ നമുക്ക് ട്രേഡ് എടുക്കാം എന്ന പ്ലാനിലായിരുന്നു. ഓക്കെ, ആൻഡ് ഇവിടെ നമുക്ക് എന്ത് ചെയ്തു, ഈ ഒരു ക്യാൻഡിലാണ് ആക്ച്വലി ഇവിടെ ഇൻവേർഷൻ തന്നത്. ഈ ഒരു ലോൻ്റെ താഴെ എന്ത് ചെയ്തു പ്രൈസ്, അല്ലെങ്കിൽ ഈ ഒരു ഇതിൻ്റെ താഴെ എന്ത് ചെയ്തു, ഇവിടെ പ്രൈസ് ക്ലിയർ ആയിട്ട് എന്ത് ചെയ്തു, ഒരു ക്ലോസിങ് തന്നു. ഓക്കെ, ഈ ക്യാൻഡിൽ. ഓക്കെ, ദിസ് ക്യാൻഡിൽ. ഓക്കെ, സോ നെക്സ്റ്റ് ക്യാൻഡിൽ എന്ത് ചെയ്തു, നമ്മൾ അവിടെ ഷോർട്ട് ചെയ്തു. ഓക്കെ, ഫ്രം ഇവിടുന്ന്. ഓക്കെ, സ്റ്റോപ്പ് ലോസ് ഈ ഒരു ഹൈൻ്റെ മേലെ കീപ്പ് ചെയ്തു. ആൻഡ് ടാർഗറ്റ് ചെയ്തിട്ടുണ്ടായത് അടുത്ത നിയറസ്റ്റ് ആയിട്ട്, അല്ലെങ്കിൽ അടുത്തൊരു ലിക്വിഡിറ്റി വരെ ടാർഗറ്റ് ചെയ്തിട്ടുണ്ടായി, ഈ ഒരു ലിക്വിഡിറ്റി വരെ. ഓക്കെ, ഇതൊരു നൈസ് ട്രേഡായിരുന്നു. 1:3 ഉണ്ടായിരുന്നു. ഓക്കെ, ആൻഡ് ഫൈനൽ ടാർഗറ്റ് നമുക്ക് ഈ ഒരു ലിക്വിഡിറ്റി വരെ എക്സ്പെക്റ്റ് ചെയ്തു. പക്ഷേ എപ്പോഴും സേഫായിട്ട് എന്ത് ചെയ്തു, ഈ ഒരു ടാർഗറ്റ് കീപ്പ് ചെയ്തു. ഓക്കെ, ലെറ്റ്സ് സീ പ്രൈസ് എന്ത് ചെയ്തു, അവിടെ നിന്ന് സ്ട്രോങ് ആയിട്ട് എന്ത് ചെയ്തു, മൂവ് ചെയ്തു. ഓക്കെ, വീണ്ടും പ്രൈസ് കാണാൻ പറ്റും ഈ ഒരു മൂവ്മെൻറ്റ് ആ ഒരു ലിക്വിഡിറ്റിയിലേക്ക് എത്തിയില്ല. പക്ഷേ ഈ ഒരു സമയത്ത് ഉണ്ടായിട്ടുള്ള ആ ഒരു FVG ഉണ്ടായിരുന്നു ഇവിടെ. വീണ്ടും പ്രൈസ് എന്ത് ചെയ്തു, ആ ഒരു FVG റെസ്പെക്റ്റ് ചെയ്തിട്ട് വീണ്ടും എന്ത് ചെയ്തു, സ്ട്രോങ് ആയിട്ട് താഴോട്ടേക്ക് പുഷ് ചെയ്യാനുണ്ടായത്. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു ആ ഒരു 2 ട്രേഡ്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആക്ച്വലി വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് ഒരു 8 AM മോഡൽ നോക്കി, പക്ഷെ അത് വർക്കൗട്ട് ആയില്ല. നമ്മൾ ഉദ്ദേശിച്ച ഡയറക്ഷൻ്റെ എഗെയിൻസ്റ്റ് ആയിട്ട് സ്ട്രോങ് ആയിട്ട് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഏത് ഡയറക്ഷനിലേക്കാണോ പ്രൈസ് ആ ഒരു സ്ട്രോങ് മൂവ്മെൻറ്റ് വന്നത്, അവിടെ ഉണ്ടാവുന്ന ഫസ്റ്റ് 50-minute FVG നമുക്ക് എന്ത് ചെയ്യാം, ഒരു കണ്ടിന്യൂഷൻ ട്രേഡിന് വേണ്ടിയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്തു, 8 AM ക്യാൻഡിൽ കൺസിഡർ ചെയ്തു. ഓക്കെ, എന്നിട്ട് നമ്മൾ ഇവിടെ 8 AM ലോ പ്രൈസ് സ്വീപ്പ് ചെയ്ത സമയത്ത് ഇവിടെ നിന്ന് എന്ത് ചെയ്തു, കൺഫർമേഷൻ നോക്കി ട്രേഡ് എടുത്തു. പക്ഷേ പ്രൈസ് എന്ത് ചെയ്തു, ഫെയിലായി. അപ്പോൾ പ്രൈസ് നേരെ താഴോട്ടേക്കാണ് മൂവ് ചെയ്തത്, സ്ട്രോങ് ആയിട്ട് താഴോട്ടേക്ക് ഡിസ്പ്ലേസ് ചെയ്തു. ഓക്കെ, അപ്പോൾ പ്രൈസിൻ്റെ ഇൻറ്റൻഷൻ താഴോട്ടേക്ക് കണ്ടിന്യൂ ചെയ്യാനായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഓക്കെ, സോ ഈ ഒരു സ്ട്രോങ് ഡിസ്പ്ലേസ്മെൻറ്റ് താഴോട്ടേക്ക് വന്ന സമയത്ത് ഇവിടെ ഫോം ചെയ്തിട്ടുള്ള ഫസ്റ്റ് 50-minute FVG, ഓക്കെ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, 50-minute FVG ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, നമ്മൾ വെയിറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഒരു 15 മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ അതിൽ കൂടുതൽ വെയിറ്റ് ചെയ്യേണ്ടി വരും. ഫസ്റ്റ് ആ ഒരു മൂവ്മെൻറ്റിൽ FVG ഇല്ല എന്നുണ്ടെങ്കിൽ മേ ബി നമ്മൾ എന്ത് ചെയ്യണ്ടാവും, അത് ഫോം ചെയ്യുന്നവരെ വെയിറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഫോം ചെയ്യുന്ന ആ ഒരു 50-minute FVG എങ്ങോട്ടേക്കാണ്, ഇപ്പോൾ ബിയറിഷ് ആയിട്ടാണ് നമുക്ക് FVG ഇവിടെ കിട്ടിയിരുന്നുണ്ടെങ്കിൽ തിരിച്ചങ്ങോട്ടേക്ക് റീടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമുക്ക് എന്ത് ചെയ്യാം, 1 മിനിറ്റിൽ കൺഫർമേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അടുത്ത ഒരു ലോ വരെ ടാർഗറ്റ് ചെയ്യാം. ലൈക്ക് അതിൽ ടാർഗറ്റ് നമ്മൾ ലോജിക്കലി അടുത്ത ലോ അല്ലെന്നുണ്ടെങ്കിൽ ടെസ്റ്റ് ചെയ്യാത്ത ലിക്വിഡിറ്റി, അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് കഴിഞ്ഞ ദിവസം ട്രേഡ് എടുത്തിട്ടുണ്ടായത്. ഓക്കെ, സോ നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ക്ലിയർ ആയെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ആൻഡ് ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ്. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും
അടുത്ത ഒരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, അപ്പോൾ താങ്ക് യു ഓൾ, ബൈ.